EMRL എക്സാലോജിക് സൊല്യൂഷൻ സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇഡി വീണ്ടും സമൻസ് നൽകി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഹാജരാകുന്നതിൽ വീണ അവധി ചോദിച്ച പശ്ചാത്തലത്തിലാണ് പുതിയ സമൻസ് നൽകിയിരിക്കുന്നത്. ബുധനാഴ്ച ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം CMRL MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത അടക്കമുള്ളവരെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. വിവരങ്ങൾ നൽകുന്നു ഡി ബിനോയ്. CMRL മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണ ഇന്നായിരുന്നു ഇഡിക്ക് മുന്നിൽ ഹാജരാകേണ്ടത്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അവർ അവധി ചോദിച്ചിരുന്നു. മാത്രവുമല്ല, അവർക്ക് നൽകാനുള്ള കാര്യങ്ങൾ അഭിഭാഷകൻ മുഖേന ഇന്ന് തന്നെ ED ഓഫീസിൽ എത്തിക്കാമെന്നുമായിരുന്നു അവർ നൽകിയ കത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ED അംഗീകരിക്കുന്നില്ല. പകരം ബുധനാഴ്ച തന്നെ കൃത്യമായും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കാണിച്ചുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശമാണ് വീണയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഒപ്പം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ SFIO പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അവർ ചോദ്യം ചെയ്തതിന് ശേഷം തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിനകത്തുള്ള ചില ചോദ്യങ്ങൾ നൽകിയിരുന്നു. ആ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്ന തരത്തിലുള്ള രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണം എന്ന ഒരു നിർദ്ദേശം കൂടി ED അവരുടെ സമൻസിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച കൃത്യമായി ഹാജരാകണമെന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇനി അവർ ഹാജരാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കാരണം EDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീക്കങ്ങൾ കൃത്യമായും ഈ മാസപ്പടിയുമായി ബന്ധപ്പെട്ട് CMRL നടത്തിയിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളാണ്. അതായത് ആദ്യ ഘട്ടത്തിൽ തന്നെ CMRL നികുതി വെട്ടിപ്പ് നടത്തിയിട്ട് പല ആളുകൾക്കായി പല തരത്തിൽ തുകകൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിൽ നിന്നുമാണ് ഈ വീണ ഉൾപ്പെടെയുള്ളവർ അവർ സേവനം നൽകാതെ CMRL നിന്നും പൈസ വാങ്ങിയതായി കണ്ടെത്തിയിരിക്കുന്നത്. അത് ഏകദേശം 2,78,00,000 രൂപ വീണയുടെ എക്സാലോജി കമ്പനി സ്വീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഇവർ മാസവ്യവസ്ഥയിലായിരുന്നു പൈസ കൈപ്പറ്റിയിരുന്നത്. 3 ലക്ഷം രൂപ വീണയും 5 ലക്ഷം രൂപ എക്സാലോജിക്കുമായാണ് ഇങ്ങനെ കൈപ്പറ്റിയിരുന്നത്. പക്ഷേ എന്തിനാണ് ഇവർ പൈസ കൈപ്പറ്റിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെയായും അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ തുക കൈപ്പറ്റിയ വിവരങ്ങൾ എല്ലാം തന്നെ SFIOയുടെ റിപ്പോർട്ടിലും ഒപ്പം തന്നെ EDയുടെ സമൻസിലുമെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്തിനുമാണ് ഇവർ ഏത് സേവനത്തിന് വേണ്ടിയാണ് ഇത്രയും തുക കൈപ്പറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നു. ആ അവ്യക്തത മാറ്റുന്നതിന് വേണ്ടിയുള്ള രേഖകൾ ഉൾപ്പെടെ EDക്ക് മുന്നിൽ ഹാജരാക്കണം എന്നൊരു നിർദ്ദേശവും ED വച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ EDക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യാം, അതല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാം. പക്ഷേ ED ഇതിനെല്ലാം തന്നെ ഒരു സാവകാശം തേടുകയാണ്. പതുക്കെ അന്വേഷണത്തിലേക്ക് കടക്കുക, അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ EDയുടെ നീക്കം. തിങ്കളാഴ്ച CMRLന്റെ MD ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയോട് ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. തൊട്ടടുത്ത ചൊവ്വാഴ്ചയും CMRLുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഹാജരാകണം. അതിന് തൊട്ട് പിന്നാലെ ബുധനാഴ്ചയാണ് വീണ ടിയോട് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ നിന്നും വ്യത്യസ്തമായി ഇപ്രാവശ്യം CPIM ഇതിൽ ഇടപെടുന്നില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ വെച്ചായിരുന്നു വീണയെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുവാൻ ED ശ്രമിച്ചിരുന്നതും അതുമായി ബന്ധപ്പെട്ട് അവരുടെ പക്കൽ നിന്ന് കുറേ രേഖകൾ ശേഖരിക്കുകയും മൊബൈൽ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റി, ഒപ്പം തന്നെ സംഘർഷത്തിൻ്റെലേക്കൊക്കെ തന്നെ വഴിവെച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ CPIMുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള അവരുടെ സംസ്ഥാന സമിതി യോഗത്തിലൊക്കെ തന്നെ വലിയ ചർച്ചയായി ഇത് മാറുകയും ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇനി വീണയുമായി ബന്ധപ്പെട്ട കേസുകളിൽ പാർട്ടി ഇടപെടേണ്ട എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഒരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ചയോ അല്ലെങ്കിൽ ഈ വീണയെ ചോദ്യം ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ കൊച്ചിയിലെ ED ഓഫീസിന് മുന്നിലുണ്ടാകാനുള്ള സാധ്യത ഇല്ല. അതേസമയം ED നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് ED SFIയുടെ പക്കലുണ്ടായിരുന്ന രേഖകളെല്ലാം തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി ED കൈപ്പറ്റിയത്. അതിൽ ഏകദേശം 138ഓളം വിവരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് ചെന്നൈയിൽ വെച്ചായിരുന്നു ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട രേഖകളെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ നടന്നത്. അന്ന് വീണ ഹാജരാവുകയും വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം അതിനകത്ത് SFIO കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 70-ലധികം ഇമെയിൽ സന്ദേശങ്ങൾ വീണ എക്സാലോജിക്കുമായി നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മെയിലിലെല്ലാം തന്നെ സാമ്പത്തികമായി ബന്ധപ്പെട്ട ഇടപാടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ആ ഓരോ ഇമെയിലിനകത്തും എന്ത് ആവശ്യത്തിനാണ് തുക കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളെക്കുറിച്ച്
വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവയൊക്കെ തന്നെ ചോദ്യരൂപേണ ടി വീണയ്ക്ക് മുമ്പിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ബുധനാഴ്ച നടക്കും. ഒരുപക്ഷെ ബുധനാഴ്ച കൊണ്ട് ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല. അതേസമയം ഇ ഡി വളരെ കൃത്യമായി നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരുടെ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലെ ഓഫീസിലെത്തി ഇതുവരെയുള്ള കേസിൻ്റെ അന്വേഷണ കാര്യങ്ങൾ വിലയിരുത്തി. ഒപ്പം ഇനി മുന്നോട്ട് പോകേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെ ചർച്ച ചെയ്തിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് ഇ ഡി ഓഫീസിന് മുന്നിൽ വീണ ഹാജരാകുവാനുള്ള സമൻസ് അയച്ചത്. പക്ഷേ ഇന്ന് ഹാജരായിട്ടില്ല. പകരം അവരുടെ അഭിഭാഷകൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അഭിഭാഷകൻ നൽകുന്ന രേഖകൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇ ഡി. അതുകൊണ്ട് തന്നെയാണ് ബുധനാഴ്ച ടി വീണ ഈ കൊച്ചിയിലുള്ള ഇ ഡി ആസ്ഥാനത്ത് ഹാജരാകണം എന്ന സമൻസ് വീണ്ടും അയച്ചിരിക്കുന്നത്. ശരി. CMR എക്സാലോജിക് സൊല്യൂഷൻ സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് ഇ ഡി വീണ്ടും സമൻസ് നൽകിയിരിക്കുന്നു.